إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധം നിലനിർത്തി ഈ പരിശുദ്ധമായ സമയത്തെയും ദിനങ്ങളെയും മുന്നോട്ടേക്ക് നീക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മരണം വരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും തഖ്വയും നിലനിർത്തി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ കുട്ടികളുടെ പുതിയ വസന്തകാലം ആരംഭിക്കുകയാണ്. വിജ്ഞാനകാലം. മദ്രസകളും സ്കൂളുകളും ആരംഭിക്കാൻ പോകുന്നു. പലരും മടിയോടെ, മറ്റു ചിലർ ആവേശത്തോടെയാണ് പുതുവർഷത്തെ സ്വീകരിക്കാൻ തയ്യാറാവുക. ഏതായാലും രക്ഷിതാക്കന്മാർ എന്നുള്ള നിലയിലും കുട്ടികൾ എന്നുള്ള നിലയിലും എന്താണ് പുതുവർഷത്തോടുള്ള നമ്മുടെ സമീപനം എന്നുള്ളതാണ്. ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു തൊഴിൽ മേഖലയായിട്ടാണ് നമ്മൾ കാണുക. ഒന്ന് അടുത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളുണ്ടെന്ന് ഇരുന്നാൽ വരുന്നവർക്ക് സൗകര്യപ്രദമാകും. കേവലം അറിവ് നേടുക എന്നുള്ളത് ഒരു തൊഴിൽ മേഖലയായിട്ടല്ല നാം കാണേണ്ടത്. അതൊരു പരിശുദ്ധമായ ഇബാദത്താണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള വളരെ പരിപാവനമായ ഒരു ഇബാദത്തായിട്ടാണ് നാം പഠനത്തെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ആരാധന. അതുകൊണ്ടാണ് ആദ്യമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ് വഹി ഇറങ്ങിയത് തന്നെ അതിന്റെ ഭാഗമാണ് എന്നാണ് വിശദീകരണങ്ങളിലൂടെ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് അറിവില്ലാത്ത ആരാധന പൂർണ്ണമല്ല. പലപ്പോഴും പറയാറുണ്ട്, ഒരു മനുഷ്യന് 2 കണ്ണുണ്ടാകുമ്പോഴാണ് സമ്പൂർണത. ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ഉണ്ടാകുമ്പോഴേ പരിപൂർണമായും പറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ചിറകുകൾ 2 ഉണ്ടാവുക എന്നുള്ളത് പക്ഷിയുടെ സമ്പൂർണതയാണ്. അതേപോലെ ഭൗതികവും മതപരവുമായ 2 വിജ്ഞാനവും സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതുകൊണ്ടാണ് ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ എന്ന് നാം പഠിച്ചത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഫർളാൻ. 5 വക്ത് നിസ്കാരം എന്നുള്ളത് ഫർളാണ് എന്ന് പറഞ്ഞ അതേ പ്രയോഗമാണ് അറിവിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇസ്ലാം പഠിപ്പിച്ചത് ഫർള് എന്നാണ്. ബദർ യുദ്ധത്തിൽ
മുസ്ലിങ്ങൾ വിജയിച്ചു, ശത്രുക്കളെ തടവിലാക്കി. ആ കാലഘട്ടത്തിൽ തടവിലാക്കിയാൽ അവരെ വിട്ടയക്കാൻ മോചനദ്രവ്യം എന്തെങ്കിലും വാങ്ങിയിട്ട് ഫിദിയ വാങ്ങിയിട്ട് പിരിച്ചുവിടുമായിരുന്നു. പക്ഷെ ബദറിൽ 70 ആളുകളെ ബന്ദികളാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 ആളുകളെ വിട്ടയക്കുകയോ തടവിലാക്കുകയോ അല്ല ചെയ്തത്. അവർക്ക് കൊടുത്ത കരാർ നിങ്ങളെ വിട്ടയക്കാം, പക്ഷേ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കണം എന്നതാണ്. ആ കാലഘട്ടം ജാഹിലിയ കാലഘട്ടം എന്നാണല്ലോ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചത്. ജാഹിലിയ എന്ന് പറഞ്ഞ അജ്ഞാത കാലഘട്ടം എന്നാണ്. അന്ന് പഠിക്കുക എന്നുള്ളത് മാനക്കേടായി കണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത് വലിയ കാര്യമൊന്നുമില്ല. ഒരു 45 കൊല്ലം മുന്നേ അല്ലെങ്കിൽ 65 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ 4ാം ക്ലാസ് ആയിരുന്നു ഏറ്റവും വലിയ വിദ്യാഭ്യാസം, അല്ലെ? അന്ന് വലിയ മുതിർന്നവർ പഠിക്കാൻ പറഞ്ഞാൽ അപൂർവമായിട്ട് ചിലർ മാത്രമേ പഠിച്ചിരുന്നുള്ളൂ. ആ കാലഘട്ടത്തിലുള്ള യാഥാസ്ഥിക വിശ്വാസം എന്ത് എന്നുള്ളത് ഇപ്പോൾ പരാമർശിക്കുന്നില്ല. അപ്പൊ പറഞ്ഞത്, ഒരു കാലഘട്ടത്തിൽ പഠിക്കുക എന്നുള്ളത് തന്നെ ഒരു ശരിയായ ഏർപ്പാടല്ലാതായി, അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമല്ല, അത് വേറെ ആരൊക്കെയോ ചെയ്യേണ്ട പണിയാണ് എന്ന രൂപത്തിൽ വിചാരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാണ്. അവിടെയാണ് നിങ്ങൾ പഠിക്കണം എന്ന് പഠിപ്പിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി പലപ്പോഴും പഠനത്തിന് പ്രാധാന്യം കൊടുത്തു, വായനക്ക് പ്രാധാന്യം കൊടുത്തു, എഴുത്തും വായനയും പഠിക്കുവാൻ പ്രാധാന്യം കൊടുത്തു. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്, ഭക്ഷണത്തെക്കാളും വസ്ത്രത്തെക്കാളും വെള്ളത്തെക്കാളും ഒരു മനുഷ്യൻ അത്യാവശ്യമാണ് അറിവ് സ്വീകരിക്കുക എന്നുള്ളത് എന്നാണ്. ഇമാം അഹ്മദ് ഹംബലിന്റെ വാചകം അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചത്, ഭക്ഷണമോ വെള്ളമോ ദിവസത്തിൽ 1-2 തവണ മതിയാകും. എന്നാൽ അറിവ് എന്നുള്ളത് ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമയവും ആവശ്യമാണ്. അപ്പൊ അറിവില്ലാത്ത ഒരു മിനിറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതിനിടയിൽ കുട്ടികളെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം നാം എത്ര നേരം വായനക്ക് വേണ്ടി സമയം മാറ്റിവെക്കാറുണ്ട്? നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർ പോലും 1-1.5 മണിക്കൂർ ദിനേന വായിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മൾ എത്ര നേരം വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട് എന്ന ഒരു ചിന്ത അവനവൻ നടത്തേണ്ടതാണ്. ഖുർആൻ പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഅലം, നീ അറിയണം, ഇൽമ് ഉണ്ടാക്കണം എന്നാണ്. എന്താ ഇൽമ് എന്ന് പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പ്രാർത്ഥനയാണ്. അഫ്ദൽ ദുആ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, അഫ്ദൽ ദിക്ർ എന്ന് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഫഅലം, നീ ഇൽമു നേടണം എന്നാണ്, വിവരമുണ്ടാക്കണം എന്നാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലയിൽ വിവരമുണ്ടാക്കേണ്ട വലിയ ആവശ്യം? എന്താണ്? നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു മാതാവ് കുട്ടിയെ താരാട്ട് പാടുമ്പോ ലാ ഇലാഹ ഇല്ലല്ല പറയാറുണ്ട്, നമ്മുടെ വാങ്കിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താണ് അവിടെ പഠിക്കണം എന്ന പ്രയോഗം എന്തിനാണ് ഖുർആൻ നടത്തിയത്? നമ്മുടെ മദ്രസയിൽ, നാട്ടിൽ പ്രവർത്തിക്കുന്ന മദ്രസകളുണ്ട്. 10ാം ക്ലാസ് വരെ നമ്മുടെ മക്കൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടികളിൽ പല കുട്ടികൾക്കും, പല മദ്രസകളിൽ പഠിക്കുന്നവർക്കും 10ാം ക്ലാസ് വരെ പഠിച്ചാൽ ഫാത്തിഹയുടെ അർത്ഥം പോലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ആ മദ്രസയിൽ തന്നെ പഠിപ്പിക്കുന്നത് ഖുർആന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല എന്നാണ്, സുന്നത്ത് പോലും ഇല്ല എന്നാണ്. ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ സുന്നത്ത് പോലും ഇല്ല എന്നാണ്. ഇവിടെ ഇരിക്കുന്നവർ ഒരാവർത്തി ആലോചിക്കേണ്ടത്, അത്തരം മദ്രസകളിൽ നമ്മുടെ മക്കൾ പോയത് കൊണ്ട് നമുക്കെന്ത് മെച്ചം, നമ്മുടെ മക്കൾക്ക് എന്ത് ഗുണം എന്നൊരു ഒരാവർത്തി ആലോചിക്കേണ്ടതാണ്. അപ്പൊ ഖുർആൻ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പഠിക്കണമെന്നാണ്. എങ്ങനെ പഠിക്കണം? പഠിക്കേണ്ടതുപോലെ പഠിക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ഇമാം ശാഫിഈ റഹിമഹുല്ല, ഇവരുടെയൊക്കെ വാചകം എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം? അത് ബിത്തഅഖീദ്, ഉറപ്പായിട്ട് പഠിക്കണം എന്നാണ്. തഅഖീദ് എന്ന് പറഞ്ഞാൽ കെട്ടുക എന്നുള്ളതിനാണ് അഖദ എന്ന് പറയുക. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്, അറിയുന്ന ഒരു ആയത്താണല്ലോ. കെട്ടുക എന്നാൽ ശക്തമായ കെട്ടുകൾക്കാണ് തഅഖീദ് എന്ന് പറയുക. ആ രൂപത്തിൽ അതിശക്തമായി പഠിക്കണമെന്നാണ്. അത് എങ്ങനെ പഠിക്കണം? ഒന്നുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചു. അത് വായിക്കണം. ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആദ്യം വായിക്കുക, എന്നിട്ട് അത് ഹിഫ്ളാക്കുക. അത് രണ്ടും നമുക്കുണ്ടല്ലോ. പിന്നെ അതിന്റെ അക്ഷരങ്ങൾ വ്യക്തമായി പഠിക്കുക, അത് നമുക്കുണ്ടല്ലോ. 4ാമത്തെ ഘട്ടത്തിൽ പറഞ്ഞു
അത് അത് കൗല് പഠിക്കുക. അതിന്റെ കൗല് അത് നമ്മൾ പഠിച്ചു. കൗല് എന്ന വാക്ക് തന്നെ. പിന്നെ അത് മനസ്സിലേക്ക് കയറ്റുക, അത് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അതിന്റെ ഈമാൻ ഉൾക്കൊള്ളുക. ആ ഈമാൻ ഉൾക്കൊള്ളണമെങ്കിൽ അതിന്റെ അർത്ഥം പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിയുന്ന എത്ര ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാകും? താരാട്ട് പാടുന്ന എല്ലാ ഉമ്മമാർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അറിഞ്ഞു കൊള്ളണമെന്നുണ്ടോ? ഇല്ല, പലപ്പോഴും ഇല്ല. ബാങ്ക് വിളിക്കുന്നവര് പോലും പോട്ടെ, ഇഖാമത്ത് വിളിക്കുന്നവര് പോലും പലപ്പോഴും അതിന്റെ അർത്ഥം ഉൾക്കൊള്ളണമെന്നുണ്ടോ? പലപ്പോഴും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല. ഇനി എന്താണ് ഇലാഹ്? അത് പഠിക്കേണ്ടതാണ്. എന്താ ഇലാഹ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരാള് ഒരു മനുഷ്യനെ കാണുമ്പോ, മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ ആയ ഒരു മനുഷ്യനെ കാണുമ്പോ നിങ്ങൾ മഴ പെയ്യിപ്പിച്ചു തരണേ എന്ന് പറഞ്ഞാൽ അയാൾ ഇലാഹാക്കി. ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം, യുദ്ധം കഴിഞ്ഞു, മടങ്ങി വരികയാണ്. അങ്ങനെ യുദ്ധത്തിന് പോകുന്നു. യുദ്ധത്തിന് പോകുമ്പോ അവരൊക്കെ ഒന്ന് വിശ്രമിക്കുകയാണ് മരത്തിന്റെ തണലിൽ. അപ്പോ സഹാബികൾ കാണുന്നത് തൊട്ടപ്പുറത്ത് മുശ്രിക്കുകളെയാണ്. മുശ്രിക്കുകളെ ഒരു സ്വഭാവമുണ്ട്. യുദ്ധത്തിന് പോകുമ്പോ അവർക്കൊരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ അവർ വാള് കെട്ടി തൂക്കിയിരുന്നു. എന്നിട്ട് ആ വാള് കെട്ടി തൂക്കി അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ആ യുദ്ധത്തിൽ ജയിക്കും എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. സഹാബികൾക്കും തോന്നി അതൊരു സംഭവമാണല്ലോ. റസൂലുള്ളാഹിയോട് പറയാൻ, നബിയെ, അവരെ പോലെ ഞങ്ങൾക്കും ഒരു മരം വേണം. അതിന് ദാത്തു അൻവാത്ത് എന്ന ഹദീസിൽ ഉപയോഗിച്ചത് തിരുമതി ധരിച്ച ഹദീസാൻ. നബിയെ, ഞങ്ങൾക്ക് അതുപോലെ ഒരു മരം വേണം. ആ മരത്തിൽ ഞങ്ങൾക്കും വാള് കെട്ടി തൂക്കാലോ. അപ്പൊ അല്ലാഹുവിന്റെ റസൂല് അവരെ ചിരിച്ചു തള്ളുകയല്ല ചെയ്തത്. നമ്മളെ നാട്ടിലായിരുന്നെങ്കിൽ എന്ത് സാറില്ല, പോട്ടെ, ഇവർക്ക് പുതിയ ആൾക്കാരല്ലേ, മനസ്സിലാവാത്തോണ്ടാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുമായിരുന്നു. റസൂലുള്ളാഹിയുടെ മുഖം ചുവന്നു എന്നാൽ റസൂൽ ശബ്ദമുയർത്തി. എന്നിട്ട് പറഞ്ഞു മൂസാ നബിയോട്. മൂസാ നബിയുടെ ചരിത്രം നമുക്കറിയാലോ. എന്താ? 40 മൂസാ നബി എവിടെ പോയിരുന്നു? തൗറാത്ത് വാങ്ങാൻ പോയിരുന്നു. തിരിച്ചു വരുമ്പോഴേക്ക് അവർ, ആ മനുഷ്യർ, മുസ്ലിങ്ങൾ സാമിരിയുടെ പശുക്കുട്ടി ആരാധിച്ചിരുന്നു. ഈ ചരിത്രം ഓർമ്മിപ്പിക്കാൻ മൂസാ നബിയോട് അന്നത്തെ മുസ്ലിങ്ങൾ പറഞ്ഞു, മൂസ, കാണുന്ന ഒരു പടച്ചോനെ നീ ഞങ്ങൾക്ക് തന്നാൽ, കാണുന്ന റബ്ബിനെ ഞങ്ങൾക്ക് നീ കാണിച്ചു തന്നാൽ, ലൻ നുഅ്മിന ഹത്താ നറല്ലാഹ ജഹ്റ, അതുവരെ ഞങ്ങൾ വിശ്വസിക്കൂല. ഒരു പടച്ചോനെ നമുക്ക് കാണണം. സാമിരി നമുക്ക് ഒരു പടച്ചോനെ കാണിച്ചു തന്നു. നിന്റെ പടച്ചോനെ കാണാൻ പറ്റിയിട്ടില്ല. കാണുന്ന ഒരു ഇലാഹിനെ നീ തരികയാണെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം എന്ന് മൂസ നബിയോട് അന്നത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ അതുപോലെ എന്നോട് പറയുകയാണോ എന്ന് റസൂൽ ചോദിക്കാൻ. ആരോട് ചോദിച്ചത്? ഈ ഒരു മരം, മുശ്രിക്കുകൾ വാള് കെട്ടിത്തൂക്കാൻ മരം ഉപയോഗിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു മരം കാണിച്ചു തരണം എന്ന് പറഞ്ഞ സഹാബികളോട് റസൂൽ പറയാണ്, മൂസ നബിയോട് അന്നത്തെ ആളുകൾ പറഞ്ഞതുപോലെ നിങ്ങൾ പറയാൻ. അന്നത്തെ ആളുകൾ എന്താ പറഞ്ഞേ? മരം വേണമെന്നാണോ? അല്ല, ഒരു ഇലാഹിനെ വേണമെന്നാ പറഞ്ഞേ. അപ്പൊ ഈ മരം എന്തായി? ഇലാഹായി. ബർക്കത്ത് കിട്ടാൻ ഒരു മരം വേണം എന്ന് പറഞ്ഞു. അത് ആ മരത്തെ ഇലാഹാക്കി എന്ന് പറഞ്ഞു. അപ്പൊ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ ഇലാഹ് എന്താണ് എന്ന് നമ്മൾ പഠിക്കണം. ഈ രൂപത്തിൽ നമ്മൾ അറിവിനെ സ്വീകരിക്കണം എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചു. അപ്പോ മാത്രമല്ല ആ കൂട്ടത്തിൽ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിരുന്നുവോ ആ പ്രാർത്ഥനകളിൽ എല്ലാം പറഞ്ഞൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. ആ പ്രാർത്ഥനയിൽ ഫിദ്ദുനിയ ഹസന, ദുന്യാവിൽ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞാൽ വീട്, വാഹനം, ഭക്ഷണം, വെള്ളം, ആരോഗ്യം എല്ലാം അതിൽ പെട്ടു. ഒന്നുകൂടി പെട്ടു. ഉപകാരപ്രദമായ ഇൽമു കൂടി പെട്ടു, വിവരം കൂടി പെട്ടു. അപ്പൊ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്ന് പ്രാർത്ഥിക്കുമ്പോ അതിൽ എന്തുകൂടി വന്നു? അള്ളാഹുവേ, എനിക്ക് ഉപകാരപ്രദമായ വിവരം കിട്ടണേ എന്നുകൂടി അതിൽ വന്നു എന്നാണ്. നമ്മൾ ഇപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലെ? പള്ളി കയറി ആടാ ഇമാമ് മിമ്പറിൽ കയറുന്നതിന്റെ ഇടയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അപ്പോഴും ഈ ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ പ്രാർത്ഥനയിൽ അങ്ങനെ കൂടി വന്നു എന്നാണ്. കാരണം വിവരത്തിന് അമിതമായ പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്. മാത്രല്ല ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ മറ്റൊരു വാചകം എന്താണ്? ഇദ്ഹബ് ഇലാ റബീഅ. ഇമാം മാലിക് റഹിമഹുല്ലാഹിയുടെ ഉമ്മ മാലിക് റളിയല്ലാഹുവിനെ പഠിക്കാൻ വിടുകയാണ്. പഠിക്കാനായപ്പോ ആ കാലഘട്ടത്തിൽ മാലിക് ഇമാമിന്റെ ഒരു ഉസ്താദായിരുന്നു റബീഅ എന്ന് പറഞ്ഞാൽ.
ഇദ്ഹബ് ഇലാ റബീഅ, മാലിക് നീ റബീഅയിലേക്ക് പോണം, ഫതഅല്ലം മിൻ അദബിഹി ഖബ്ല ഇൽമിഹി, എന്നിട്ട് നീ റബീഅയിൽ നിന്ന് പഠിക്കേണ്ടത് ഫതഅല്ലം മിൻ ഇൽമിഹി ഫതഅല്ലം മിൻ അദബിഹി, അദബ് പഠിക്കണം, മര്യാദ പഠിക്കണം. പിന്നെ പഠിക്കാൻ അയച്ചെന്ന് പറഞ്ഞാൽ എന്താ പഠിക്കേണ്ടത്? മര്യാദ പഠിക്കണം. എപ്പം പഠിക്കണം? ഖബ്ല മിൻ ഇൽമിഹി, അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും വിവരം പഠിക്കുന്നതിന് മുന്നേ നീ എന്ത് പഠിക്കണം? മര്യാദ പഠിക്കണം. ഇപ്പൊ കുറെ ഇൽമുണ്ടായിട്ട് കാര്യമില്ല, മര്യാദ ഉണ്ടാവണം, സംസ്കരണം ഉണ്ടാവണം. അപ്പൊ അറിവിനേക്കാൾ മുന്നേ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സംസ്കരണമാണ്. അത് എങ്ങനെ? അതിനാണ് രക്ഷിതാക്കന്മാരുടെ ഉത്തരവാദിത്തം. അറിവിനെ കുറിച്ച് പറയുമ്പോൾ രക്ഷിതാക്കന്മാരുടെ ഉത്തരവാദിത്തം അവിടെയാണ്. നമ്മൾ സ്കൂളിലേക്ക്, മദ്രസയിലേക്ക്, പ്രീ പ്രൈമറി മുതൽ അതിനു മുന്നേ അതിനു മുന്നേ ഉള്ള പ്ലേ സ്കൂൾ മുതൽ PhD വരെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ലെ. ആ വലിയ കുറെ വർഷങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കൾ പറഞ്ഞയക്കുന്ന ആ സ്ഥാപനം എല്ലാ നിലവാരവും നമ്മൾ അന്വേഷിക്കും. ബാഗും കൊടയും എല്ലാം വാങ്ങിക്കൊടുക്കുന്നു. മാ നഹല മിൻ വാലിദിൻ വവലദൻ നഹ്ലിൻ അഫ്ളല മിൻ അദബ്. അങ്ങനെ നിങ്ങൾ മക്കൾക്ക് ബാഗും കൊടയും ഡ്രസ്സും യൂണിഫോം എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോ അതെല്ലാം ആദ്യം വാങ്ങേണ്ടത് അഫ്ളല മിൻ അദബ്, സംസ്കാരം ആദ്യം പഠിപ്പിക്കണം. തിങ്കളാഴ്ച സ്കൂൾ തുറക്കാൻ നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കും. മക്കളുണ്ടാവും, മകളെ മക്കളുണ്ടാവും, മോന്റെ മക്കളുണ്ടാവും. അവരൊക്കെ പറഞ്ഞയക്കുമ്പോൾ ഉപ്പാപ്പന്മാരും ഉമ്മമാരും ഉമ്മാമ്മമാരും ആലോചിക്കേണ്ടത് നമ്മളെല്ലാം കൊടുക്കുമ്പോ അദബ് ആദ്യം കൊടുക്കണം. അദബ് ആരാ കൊടുക്കേണ്ടത്? അതിന്റെ ടീച്ചർ ഉമ്മയാണ് അദബ് പഠിപ്പിക്കുന്ന ടീച്ചർ. ഉപ്പ ഹെഡ് മാഷാണ്, ഉപ്പ പ്രിൻസിപ്പളാണ്. അപ്പോ മാതാപിതാക്കളാണ് ആദ്യമായി അദബ് പഠിപ്പിക്കേണ്ടവർ. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ഈ വെള്ളിയാഴ്ച മുതൽ ശനിയും ഞായറും നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. എന്റെ മോൻ 1-ാം തീയതി തിങ്കളാഴ്ച സ്കൂളിലേക്ക് പോകുമ്പോ ഇന്നും ഇന്നലെയും ഒക്കെയായി എന്റെ മോൻ അദബ് പഠിച്ചിട്ടുണ്ടോ? അതാലോചിക്കേണ്ടത്. അത് പഠിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോയാൽ ഹറാമോ ഹലാലോ എന്ന് നോക്കാതെ എല്ലാം ആഘോഷിക്കണം എന്നാണ് അല്ലെ. എന്തൊക്കെ ആഘോഷങ്ങളാണ് സ്കൂളിൽ നടക്കുന്നത്? എല്ലാം ആഘോഷിച്ചാലേ ഇതിന്റെ ഭാഗമാകൂ എന്നാണ് നമ്മുടെ മക്കളുടെ തോന്നൽ. കാരണം അവിടെ എന്താണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പല കുട്ടികളും സ്കൂളുകളിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ ശുദ്ധിയാക്കാറില്ല എന്നുള്ളതാണ്. ഒരു പ്രീ പ്രൈമറി കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് വകതിരിവില്ലാത്തത് കൊണ്ടാണെന്ന് വെക്കാം. അതല്ലാത്ത കുട്ടികളാണെങ്കിലോ? എന്നാൽ പുതിയ അക്കാദമിക സംവിധാനത്തിൽ എല്ലാ സ്കൂളുകളിലും സൗകര്യമുണ്ട്, നിർബന്ധമാണ്, ഗവൺമെന്റ് തലത്തിൽ നിർബന്ധമാണ്. പക്ഷെ കുട്ടികൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ പോകുന്ന സ്ഥാപനങ്ങൾ അത്തരം സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. പല കുട്ടികൾ നിസ്കരിക്കാറില്ല. ജുമഅക്ക് പോലും ജുമഅയുടെ സമയം നടത്തുന്ന സ്കൂളുകളുണ്ട്. എന്റെ വിഷയം അതൊന്നുമല്ല. നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ കുട്ടി നിർബന്ധ ബാധ്യതയായ ജുമഅക്ക് പങ്കെടുക്കാറുണ്ടോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. എന്റെ കുട്ടി ഫർദ് നിസ്കരിക്കാറുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. നിസ്കരിക്കുവാൻ സൗകര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. ആ രൂപത്തിലുള്ള നമ്മുടെ കുട്ടികൾ ഇബാദിയായ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സമയക്രമീകരണം നടത്തണം. ഇതുവരെ വീട്ടിൽ ഫ്രീ ആയിരിക്കുകയായിരുന്നു. ഇനി അതൊരു ടൈം ഷെഡ്യൂൾ വരികയാണ്. രാവിലെ ഇത്ര മണിക്ക് പോകണം, ഇത്ര മണിക്ക് എത്തുള്ളൂ. അപ്പോ ഡിജിറ്റൽ ക്രമീകരണങ്ങൾ വരുത്തണം. അതായത് ഇതുവരെ ഡിവൈസുകൾ, മൊബൈലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന മക്കൾക്ക് അതിന് സമയം നാം നിയന്ത്രിച്ചു കൊടുക്കണം. അത് ഒറ്റയടിക്ക് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ കുട്ടികൾ മതിലിന്റെ മുകളിലേക്ക് ചാടാൻ പോകും. അപ്പൊ എന്ത് വേണം? അതൊക്കെ ഒരു രക്ഷിതാവാണ് എന്ന ബോധ്യപ്പെടുത്തലോടുകൂടി ചെയ്യേണ്ടതുണ്ട്. കുട്ടികൾ കംപ്ലീറ്റ് പഴികൾ കേട്ട് വളരേണ്ടവരാവരുത്. കുട്ടികൾ കംപ്ലീറ്റ് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരരുത്. മറിച്ച് കുട്ടികൾ കേൾക്കേണ്ടത് സ്നേഹത്തിന്റെ, സൗമ്യതയുടെ ഭാഷയായിരിക്കണം. നമുക്കറിയാലോ, ഇമാം മാലിക് റഹിമഹുള്ളാഹയുടെ മറ്റൊരു ഉദാഹരണം നമുക്കറിയാം. അദ്ദേഹം ഒരു പിതാവ് പരാതിയുമായി വന്നപ്പോ അദ്ദേഹം പറഞ്ഞത് പിതാവിനെ ആയിരുന്നു അദ്ദേഹം ആക്ഷേപിച്ചത് എന്നാണ്. കാരണം
കുട്ടികൾ കേൾക്കേണ്ടത് സൗമ്യമായ വാക്കായിരിക്കണം. ലുക്മാൻ അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. ലുക്മാൻ അലൈഹിസ്സലാം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമുണ്ട്. അള്ളാഹു വലിയൊരു ചരിത്ര പരമ്പര പഠിപ്പിക്കാൻ സൂറത്തുൽ ലുക്മാനിൽ തന്റെ മകനോടുള്ള ഉപദേശമാണ്. ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. അതിൽ ശിർക്ക് മാത്രമല്ല, കുഫ്ർ മാത്രമല്ല, പെരുമാറ്റങ്ങൾ മാത്രമല്ല, സംസാര ശൈലി അടക്കം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് എന്താണ് മര്യാദ, കാല് എങ്ങനെ വെക്കണം, ഇരിക്കുമ്പോൾ കാലെങ്ങനെ വെക്കണം, ഒരാൾ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം, വീട്ടിൽ ഇരിക്കേണ്ടതുണ്ടോ, സീറ്റ് മാറിക്കൊടുക്കേണ്ടതുണ്ടോ, വീട്ടിൽ ഒരാൾ വരുമ്പോൾ എന്താണ് മര്യാദ, ഇതൊന്നും നമ്മുടെ ആധുനിക കുട്ടികൾക്ക് അറിയില്ല. കാരണം അവരുടെ ലോകം വേറെ ലോകമാണ്, റീൽസുകളുടെ ലോകമാണ് അവരത്. എങ്കിൽ അവർക്ക് നാം പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ? സൗമ്യമായി പഠിപ്പിക്കണം, സ്വകാര്യമായി പഠിപ്പിക്കണം. മാത്രല്ല ആ മക്കൾ സ്കൂളിൽ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോ അന്വേഷിക്കണം. ഒരു കുട്ടി രാവിലെ സ്കൂളിൽ പോയി വൈകുന്നേരം വന്നാൽ എല്ലാ കാര്യങ്ങളും തന്റെ ഉമ്മയോടും ഉപ്പയോടും പറയുക എന്നുള്ളത് ആ കുടുംബത്തിന് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. ആ രൂപത്തിൽ നമ്മുടെ മക്കൾക്ക് തോന്നണമെങ്കിൽ ഉപ്പാപ്പയും ഉമ്മാമയും ഉപ്പയും ഉമ്മയും എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എന്റെ കേൾക്കാൻ അവര് തയ്യാറാണ് എന്ന ബോധ്യമുണ്ടാകണം. പഴയ കാലങ്ങളിൽ വീട്ടിൽ നിന്നും റോഡിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് 2 മിനിറ്റ് ദൂരം നടന്നു പോയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയും, ഒരു ഉപ്പയും ഒരു കുട്ടിയും പോവുകയാണെങ്കിൽ കുട്ടിയുടെ കൈ പിടിച്ച് ആ രക്ഷിതാവും കുട്ടിയും തമ്മിൽ കിന്നാരം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു കാലത്ത് നടന്നിരുന്നത്. ഇന്നാണെങ്കിലോ, ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉമ്മ റോഡ് വരെ ഉമ്മ നടക്കുക എങ്ങനെയാ? കുട്ടിയുടെ കൈ പിടിച്ചാലും ഉമ്മയുടെ കണ്ണും ഉമ്മയുടെ മനസ്സും എവിടെയായിരിക്കും? ഡിവൈസിലായിരിക്കും, മൊബൈലിലായിരിക്കും. വർത്താനം പറയാൻ നേരില്ല. ആ 2 മിനിറ്റ് നടക്കുന്ന നേരം പോലും വർത്താനം പറയാൻ സമയമില്ല. അപ്പൊ ഈ രൂപത്തിലാവാതെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ സ്വീകരിക്കുന്ന, അവരെ സൽക്കരിക്കുന്ന, അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന, മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു സ്വഭാവം രക്ഷിതാക്കന്മാർക്കുണ്ടാവണം. ചേർത്ത് പിടിക്കണം. അവരുടെ സ്ഥാപനങ്ങളിൽ, അവരുടെ കൂട്ടുകാരിൽ ആരൊക്കെയാണ് പ്രയാസപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹ് സഹായിക്കുന്നവരുടെ കൂടെ ഉണ്ടാവും. ഒരാൾ പ്രയാസപ്പെടുന്ന, ഒരു കുട്ടി ബാഗില്ലാതെ, കൊടയില്ലാതെ, പുസ്തകം വാങ്ങാൻ കാശില്ലാതെ പ്രയാസപ്പെടുന്നു എന്നറിഞ്ഞാൽ അതിനുള്ള സഹായം ചെയ്യുവാനുള്ള സാധ്യതകൾ മക്കൾക്ക് പഠിപ്പിക്കണം എന്നാണ്. പിന്നെ മൂന്നാമതായി, ആത്മാർത്ഥമായി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ എത്ര പേരുണ്ടാവും പ്രാർത്ഥിക്കുന്നവർ? 1-2 ആവർത്തനങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്നലെയും കഴിഞ്ഞ ദിനങ്ങളിലും പറഞ്ഞ ഇബ്രാഹിം ഇല്ലത്തിൽ മിക്കവാറും എല്ലാ ഖുതുബയിലും നമ്മൾ കേട്ട വിഷയമാണ്. ഇനി 1-2 കാര്യങ്ങൾ പറയുന്നത്. അതായത് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടാവും. എന്റെ മോന് നല്ല ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കും, അല്ലെ? എന്റെ മോന് പരീക്ഷയിൽ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കും, എന്റെ മോന് ആ വിസ ശരിയാവണമെന്ന് പ്രാർത്ഥിക്കും. അതല്ലാതെ ആത്മാർത്ഥമായി പരലോകത്ത് എനിക്ക് ഒരു മുതൽക്കൂട്ടാകുന്ന മകനായി, മകളായി എന്റെ മോനെ, എന്റെ മോളെ, എന്റെ പൗത്രന്മാരെ മാറ്റിത്തരണേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാറുണ്ടോ? അല്ലെ? പ്രാർത്ഥനക്ക് ഒരുപാട് സാധ്യതയുണ്ടല്ലോ. പ്രാർത്ഥന സ്വീകരിക്കുന്ന ഏകദേശം 20ഓളം ആളുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതിൽ ഒരു ഭാഗം ദഅവത്തുൽ വാലിദി എന്നാണ്, മാതാപിതാക്കളുടെ പ്രാർത്ഥന. ഒരു ഉപ്പ, ഒരു ഉമ്മ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളോട് പറഞ്ഞത് നിങ്ങൾ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു 4 കാര്യങ്ങളാണ് കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞത്. ഒന്ന്, സമ്പത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, സ്വന്തത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ മക്കളെ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്തെ കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില മക്കള് ചില മാതാപിതാക്കള് അറാൻ പോർന്ന മക്കൾ എന്ന് പറയും, അല്ലെ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് അടുക്കലേക്ക് ഒരു പരാതിയുമായിട്ട് വരുന്ന സംഭവം മാലിക് ഇമാമിന്റെ ചരിത്രത്തിൽ വരുന്നുണ്ട്. മാലിക് ഇമാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ കുറിച്ച് ഉപദേശിക്കാൻ പറയാൻ. അപ്പോ അങ്ങനെ മോനെ ഉപദേശിക്കാൻ പറഞ്ഞപ്പോ ആ പറയുന്ന നേരത്ത് മകൻ മരിച്ചതായി ഇവര് ലഭിച്ചു എന്നാണ്. മരിച്ചതായി ഇവര് ലഭിച്ചപ്പോ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു എന്ന്. ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു, നിന്നെ വേറെ ആൾ എടുത്തുകൊണ്ടിരുന്ന അവസ്ഥ വരും, നീ അതുകൊണ്ട് അനുസരണയോടെ ജീവിക്കണം എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ വേറെ ഒരാൾ നിന്നെ എടുത്തുകൊണ്ടുവരുന്ന അവസ്ഥ വരുന്നാണ്.
ഇവിടെയാണ് റസൂലുള്ളാഹിന്റെ ഹദീസ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എന്ത് പറയുമ്പോഴും മലക്കുകൾ അവർക്ക് വേണ്ടി ആമീൻ പറയാൻ കാത്തിരിക്കുമെന്നാണ്. നമ്മുടെ മക്കളെ തിങ്കളാഴ്ച സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോ ആ രാവിലെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മുടെ കൽബിലുണ്ടാവേണ്ട പ്രാർത്ഥന, റബ്ബേ എന്റെ ഈ മോളെ, എന്റെ ഈ മോനെ ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ടാക്കുകയാണ്. റബ്ബേ ഈ മക്കൾ എനിക്ക് പരലോകത്ത് ഗുണം കിട്ടുന്ന രൂപത്തിലുള്ള സ്വാലിഹായ മക്കളാവണേ എന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഉമ്മ ഉപ്പാപ്പ രാവിലെ എഴുന്നേറ്റ് സ്വന്തം ഉമ്മ തന്റെ കൈകളിൽ ഭക്ഷണമുണ്ടാക്കി ആ കുട്ടിക്ക് ടിഫിൻ ബോക്സ് റെഡിയായി കൊടുക്കുമ്പോൾ റബ്ബിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറയാൻ കഴിയേണ്ടതുണ്ട്, നാളെ എന്റെ മരണശേഷം എനിക്ക് വേണ്ടി പരലോകത്ത് ഗുണം കിട്ടാൻ പ്രാർത്ഥിക്കുന്നവരായി എന്റെ ഈ മക്കളെ ഉപയോഗപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. 5 വക്ത നിസ്കാരങ്ങളിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മോള് ളുഹ്ർ നിസ്കാര നേരത്ത് എന്റെ മോള് റബ്ബേ ഇപ്പോൾ സ്കൂളിലാണ്, ആ മകൻ വലുതായാൽ എനിക്ക് ഖബറിൽ വിചാരണ എളുപ്പമാകാൻ, പ്രകാശം ലഭിക്കാൻ പ്രാർത്ഥിക്കുന്ന മക്കളാക്കി വളർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഇതിനാണ് നമുക്കുണ്ടാവേണ്ട ഒരു ബാധ്യതയാണിത്. അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ നമ്മുടെ മക്കൾ പോകുമ്പോ ഇന്ന് റാഞ്ചി എടുത്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ല. ഇപ്പോ പഴയ കാലങ്ങളിൽ കോളേജ് തലങ്ങളിലായിരുന്നു ലഹരിയുടെ അടിമത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രൈമറി പോലും അത് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഭയപ്പെടേണ്ടതുണ്ട്, അല്ല ജാഗ്രതയുണ്ടാവേണ്ടതുണ്ട്. ആ ജാഗ്രതയോടൊപ്പം നമുക്കുണ്ടാവേണ്ടത് പ്രാർത്ഥനയാണ്. എന്റെ മക്കളുടെ വിശ്വാസം റബ്ബേ നീ സംരക്ഷിക്കണേ എന്ന പ്രാർത്ഥന നമുക്കുണ്ടാവേണ്ടതുണ്ട്. അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. പലപ്പോഴും നാം ആവർത്തിച്ച പ്രാർത്ഥനയാണ്, റബ്ബി ജഅൽനി മുഖീമസ് സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ എന്നെ മാത്രം പോരാ, ഞാൻ ളുഹ്ർ നിസ്കരിച്ചു, ഞാൻ അസ്ർ നിസ്കരിച്ചു, ഞാൻ ഇന്നലെ മഗ്രിബ് നിസ്കരിച്ചു, ഞാൻ ഇശാ നിസ്കരിച്ചു, ഞാൻ രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലുന്നു, എന്റെ കുട്ടിയെ അതുപോലെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. എന്റെ മോള് ശിർക്ക് ചെയ്യാത്തവരായി നീ വളർത്തണേ എന്ന് പ്രാർത്ഥിക്കണം. എന്റെ മോന് 16 വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കാൻ നമുക്ക് അധികാരമില്ല, കൂട്ടന് ഒരു അവകാശമില്ല. നമ്മൾ റബ്ബിനോട് നമ്മൾ പറയണം, എന്റെ പടച്ചോനെ എന്റെ മോൻ ഇപ്പൊ ശിർക്കൊന്നും ചെയ്തിട്ടില്ല, കാരണം എന്റെ തണലിൽ അവൻ വളരുന്നത്, പക്ഷെ എന്റെ കാലശേഷവും എന്നെക്കാൾ നല്ല ആദർശം അവന് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയേണ്ടതുണ്ട്. തലനരച്ച, മുടി നരച്ച, ആരോഗ്യം ക്ഷയിക്കുന്ന രക്ഷിതാക്കന്മാരെ, ഉപ്പാപ്പമാരെ, ഉമ്മമാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എന്റെ കാലത്ത് അവൻ ഞാൻ വിചാരിച്ചതുപോലെ കൃത്യമായി പള്ളിയിൽ പോകുന്നുണ്ട്, റബ്ബേ എന്റെ കാലശേഷവും അവൻ എന്നേക്കാൾ നല്ല രൂപത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാക്കണേ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ وعلى من اتبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ പരിപൂർണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആരോഗ്യവും പരിപൂർണമായ ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, സലഫി ലേണിംഗ് റിസർച്ച് സെന്റർ SLRCയുടെ പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം 21-ാം തീയതി ജൂൺ 21 ഞായറാഴ്ച രാവിലെ നടക്കുന്നുണ്ട്. അതിന് മുന്നേയായി അതിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ളവർ അതുമായി ബന്ധപ്പെടണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മണിക്കാണ് പ്രഥമ പുതിയ ബാച്ചിന്റെ ക്ലാസ് എന്ന് ഓർമ്മിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയാണ് പൂർണ്ണമായും നമുക്ക് ആവശ്യമായിട്ട് ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ എന്തും എന്തിനും ഏതിനും
ആശ്വാസം മാത്രമല്ല, സംരക്ഷണം കൂടിയാണ് പ്രാർത്ഥന എന്നുള്ള ബോധം നമുക്കുണ്ടാവുക. നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ നിത്യമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ പ്രാർത്ഥിക്കുക. മാതാപിതാക്കളുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടിമാറ്റുകയില്ല എന്ന് നാം ഓർക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ മരണപ്പെട്ടാൽ അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് അനുകൂലമായി ഉണ്ടാവുക എന്ന് ഓർക്കുക. പരമാവധി നിത്യേന നമ്മളെല്ലാവരും ഖുർആൻ പാരായണം നിലനിർത്തുക, ഖുർആൻ പഠനം ആരംഭിക്കുക, ഖുർആൻ വായന ആരംഭിക്കുക, തുടർച്ചയാക്കുക. അള്ളാഹു ആ രൂപത്തിലുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാം കാണുന്ന അർഹമുർ-റഹീമായ അള്ളാഹുവേ, മുസ്ലിമായി മരിക്കുവാനും മുസ്ലിമായി ജീവിക്കുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമുർ-റഹീമായ അള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. എല്ലാം കാണുന്ന അർഹമുർ-റഹീമായ അള്ളാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദുൽ കൗസറിലെ വെള്ളം കോരിക്കൊടുക്കുമ്പോൾ അത് വാങ്ങി കുടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. എല്ലാം കാണുന്ന റബ്ബേ, നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ സംസാരിക്കുമ്പോൾ, നീ ഇഷ്ടപ്പെട്ടവരോട് മാത്രമായി നീ പുഞ്ചിരിക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. അള്ളാഹുവേ, നിന്റെ സ്നേഹം ലഭിക്കുന്നവരിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നിന്റെ ഇഷ്ടം ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. നീ സ്നേഹിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അള്ളാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى